എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ കുറച്ച് കഥയും കൂടെ പറയാം, ബാക്കി നമ്മൾ നാളത്തെയാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. നമ്മുടെ സച്ചി ആണെങ്കിൽ വലിയ ഹാപ്പിയാണ് രേവതിയുടെ വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ. അങ്ങനെ സച്ചിക്കാണെങ്കിലോ അവിടെ കിടന്നപ്പോൾ ഭയങ്കര സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കുകയാണ്. അപ്പൊ ഇവർ ഉറങ്ങുന്ന ആ ഒരു തക്കത്തിനാണ് ഗജാനന്ദൻ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ട ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. വന്ന പാടെ തന്നെ ലക്ഷ്മി അമ്മേനൊക്കെ ലക്ഷ്മി ഏട്ടത്തി എന്ന് വിളിച്ചിരുന്ന ഗജാനന്ദനാണെങ്കിലോ ലക്ഷ്മി എന്നുള്ള രീതിയിലാക്കി. അപ്പം ലക്ഷ്മി എങ്കിൽ ലക്ഷ്മി എന്നുള്ള രീതിയിൽ ആ ഒരു ആഭാസനാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയോട് പോലും മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയാണ്. അപ്പം ദേവു ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ദേവുവിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവു കയറി അങ്ങ് അയാളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തോ ദേവു ആളൊരു പെൻസിലായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല സർവ്വശക്തി എടുത്ത് നമ്മുടെ ദേവുവിനെ തള്ളാൻ തുടങ്ങുന്ന. അപ്പൊ ആ ഒരു ഒച്ച കേട്ടുകൊണ്ടാണ് രേവതി വെളിയിൽ ഇറങ്ങുന്നത്. രേവതി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ രേവതിയോടായി മോശമായ സംസാരവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു കാര്യം സഹിക്കാൻ പറ്റാതെ നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ സച്ചി നല്ലൊരു ചവിട്ട് കൊടുത്ത് നമ്മുടെ ഗജാനന്ദനെ ചവിട്ടി പുറത്താക്കുകയാണ്. അപ്പൊ ഗജാനന്ദൻ ഇതിൽ പരം ഒരു ഇടി ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നത് പോലെ നല്ല ഒന്നാന്തരം ഇടി കിട്ടി. അപ്പൊ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആശാനാണെങ്കിൽ ഇപ്പൊ പലിശയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെ വന്നതാണ്. കുറച്ച് പലിശയൊക്കെ മുതലാക്കുകയും ചെയ്യാം, ഇതൊക്കെയായിരുന്നു ആശാന്റെ ആ ഒരു ചിന്ത. പക്ഷെ ഇതൊക്കെ കാറ്റി പറത്തി പോവാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് തീരുന്നത്. അപ്പം അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ. അപ്പൊ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ അച്ഛന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ തിരിയൊക്കെ കത്തിച്ചു. എന്നിട്ട് എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകേണ്ട സമയമായി. അപ്പം സച്ചി ആണെങ്കിൽ ഇതാ ഒരുങ്ങി വരികയാണ്. വരുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ ദേവും കൂടി സച്ചിക്ക് ഒരു സമ്മാനം നൽകുന്നത്. ആ ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണമാലയാണ്. അപ്പം രേവതിയോട് പറഞ്ഞതും ആദ്യം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്കിതൊന്നും വേണ്ട, ഞാനാണെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ സാധനങ്ങളൊന്നും സെറ്റാവില്ല. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യും, ഇത് ദേവുവിനെ കല്യാണം കഴിക്കുന്ന ചെറുക്കന് കൊടുത്തേക്കെന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മയൊക്കെ ആണെങ്കിൽ അത് വലിയ വിഷമായിട്ടോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, അപ്പം ദയവ് ചെയ്ത് ഇത് നീ സ്വീകരിക്കണമെന്ന് പറയാണ്. അപ്പം അമ്മയ്ക്ക് സങ്കടം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ആ ഒരു മാല വാങ്ങിക്കുകയാണ്. രേവതി അവന്റെ കഴുത്തിൽ ആ ഒരു മാല ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും സച്ചി രേവതിയും കൂടി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയോ ഒരു ചെറിയ സ്നേഹത്തിന്റെ ആ ഒരു തരിമ്പുമണികള് അതൊക്കെ ഇങ്ങനെ പൊട്ടി വരികയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് അമ്മയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു സുധിയെയാണ്. അപ്പൊ സുധിയാണെങ്കിലോ തൻ്റെ അമ്മയെ വിളിച്ച് വിഷമങ്ങളൊക്കെ പറയുകയാണ്. അമ്മ, ഞാൻ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, നീ എന്താ മോനെ ഭക്ഷണം കഴിക്കാത്തത്? ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഭക്ഷണം കഴിച്ചില്ല എന്തെങ്കിലും അസുഖം ഉണ്ടായാലോ, അതുകൊണ്ട് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? അമ്മ നാളെ നിനക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി മകന്റെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പം എനിക്ക് ചിക്കൻ പെരട്ടാണ് കാര്യം. മുഴുപട്ടിണിയിലാണെങ്കിലും ചേട്ടൻ സ്റ്റാൻഡേർഡ് വിട്ടുള്ള ഒരു കളിയും കളിക്കുന്നില്ല കേട്ടോ. ചിക്കൻ പെരട്ട് മതിയെന്ന് പറഞ്ഞതും നാളെ അമ്മ അത് ഉണ്ടാക്കിക്കൊണ്ട് വരാം, അപ്പം കുറച്ച് പൈസയൊക്കെ വേണോ അമ്മ, എനിക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അതും എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. നിന്റെ അച്ഛനാണെങ്കിൽ പണിയും വേലയൊന്നും ഇല്ലാണ്ട് കുത്തിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് പെൻഷൻ പോലും മര്യാദക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാ മോനെ ഇനിയിപ്പോൾ അതൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരിക? എന്നാലും അമ്മ ശ്രമിക്കാട്ടോ എന്നും പറഞ്ഞ് ചന്ദ്ര സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വരുന്നത്. അപ്പം ഭാമയോടാണ് താൻ സംസാരിക്കുന്നതെന്നും ഭാമയ്ക്ക് തീരെ സുഖമില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രയെ നീ ആ ഫോണിങ് തന്നെ, ഭാമയുടെ വിവരങ്ങളൊക്കെ ഞാനും ഒന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് രവി ഫോൺ തിരികെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ സുധിയാണെങ്കിൽ ഇപ്പുറത്തെ തലയ്ക്ക് നിന്ന് മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്നുവെച്ചും പുള്ളിക്കാരൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. അപ്പം കോള് കട്ട് ചെയ്തതും രവി പറയുന്നുണ്ട്, അയ്യോ ഭാമയ്ക്ക് എന്താണോ കോള് കട്ടായി പോയല്ലോ, ഇനി അവൾക്ക് എന്തെങ്കിലും വയ്യായിക കൂടിയിട്ടാണോ? ഒരു കാര്യം ചെയ്താലോ, നീ ഒന്നുകൂടി വിളിക്കെന്ന് പറയാണ്. അത് ശരിയാവില്ല, ഞാൻ എന്തായാലും അവൾക്ക് എന്നോട് സംസാരിച്ചപ്പോഴത്തേക്കിനും ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് അവൾ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ, നമുക്ക് നാളെ വിളിക്കാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ ഒരുവിധം രവീന്ദ്രന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്.
ഈ ഒരു സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം വെളിയിലാണ് സച്ചിയുടെ ബൈക്കൊക്കെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തായിട്ട്. അപ്പൊ അതിലൊരുത്തനാണെങ്കിലോ ഇവനെ ആണോ ആ തങ്കക്കുടം പോലത്തെ കൊച്ചു കല്യാണം കഴിച്ചിരിക്കുന്നത്? ഇവനെ അല്ലല്ലോ അവക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. നല്ലൊരു മിടുക്കൻ ചെറുക്കനായിരുന്നല്ലോ ആ ചെറുക്കൻ. പക്ഷെ അവനെ വിട്ടിട്ട് ഈ ഒരു ഗുണ്ടയുടെ പുറകെ ആണോ ഈ പെണ്ണ് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായി നമ്മുടെ സച്ചിയെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ സച്ചി 1-2 പ്രാവശ്യമൊക്കെ ഇത് കേൾക്കാത്ത രീതിയിലൊക്കെ നിന്നു. പക്ഷെ ആശാൻ പെശകാണ് എന്നുള്ള കാര്യം ഈ പറഞ്ഞ ചേട്ടൻ പുള്ളിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സച്ചിക്ക് ദേഷ്യം വന്നതും അവന്റെ മോന്ത ഇടിച്ച് പരത്തുകയാണ്. അപ്പം നല്ല ഇടി കിട്ടിയത് കൊണ്ട് തന്നെ അയാളാണെങ്കിലോ അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങുക. അപ്പൊ അയാളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതിൽ ഇടപെടാൻ ശ്രമിക്കുമ്പം ഓടി നമ്മുടെ ഹൗസ് ഓണറും ടീമും ഒക്കെ വരിക കേട്ടോ. അങ്ങനെ എല്ലാരും വരുമ്പോഴത്തേക്കിന് രേവതി ആണെങ്കിൽ തലക്ക് കൈ കൊടുക്കുന്ന അവസ്ഥയിലാണ്. എന്ത് ചെയ്യും ഈശ്വര, ഇയാളെ ഇച്ചിരി നേരത്തേക്ക് ഞാനൊന്ന് സ്നേഹിച്ചു പോയി. പക്ഷെ ഇപ്പൊ താ നോക്കുമ്പോഴോ ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെ ഈ മനുഷ്യനെ ഞാൻ വിശ്വസിക്കും? തനി ഓന്താണ് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ എല്ലാരും കൂടി വരുമ്പം ഹൗസ് ഓണർ ആണെന്ന് പോലും നോക്കാതെ അയാളുടെ മോന്തക്കിട്ടും കൊടുക്കുന്നുണ്ട് ഒരടി. അപ്പം ഇയാൾ ഈ അടി കൊണ്ട സ്ഥിതിക്ക് അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പം ഈ ഹൗസ് ഓണർ ആണെങ്കിലോ ഒരു പ്രശ്നത്തിനും ഇല്ലായിരുന്ന വ്യക്തിയാണ്. സച്ചിയെയും അതുപോലെ തന്നെ ഈ വൃത്തികെട്ടവന്മാരെയും ഒക്കെ പിടിച്ചു മാറ്റാൻ വേണ്ടിയാണ് പാവപ്പെട്ടവൻ അതിൽ വന്ന് പെട്ടത്. പക്ഷെ ഈ ഒരു അവസരം സച്ചിക്ക് അറിയില്ലല്ലോ ഇത് ഞങ്ങളുടെ വീട്ടിലെ ഹൗസ് ഓണർ ആണെന്നും അയാളെ ബഹുമാനിക്കേണ്ട ആളാണെന്നും ഒക്കെയുള്ള കാര്യം. അയാൾക്കിട്ട് അടി കിട്ടിയതിന്റെ ദേഷ്യം അയാൾക്ക് നല്ല രീതിയിലുണ്ട്. അപ്പൊ ഹൗസ് ഓണറെ കൂടെ തല്ലുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് രേവതിയുടെ സകല നിയന്ത്രണവും വിട്ടു കേട്ടോ. രേവതി ആണെങ്കിൽ സച്ചിയോട് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും സച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ചെയ്ത് കൂട്ടിയത്? നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്തിനാണ് ആ ഹൗസ് ഓണറെ തല്ലിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആശാന് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. ഹൗസ് ഓണർ എന്ന് നമ്മുടെ സച്ചി കണ്ടിട്ടില്ല. അപ്പൊ കാണാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇവന്റെ ശിങ്കിടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെയും തല്ലിയത്. പിന്നെ അവന് 2 അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അവൻ എന്തൊക്കെ തോന്നിയവാസമാണ് എന്നെ പറഞ്ഞതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അങ്ങനെ ചീത്ത പറഞ്ഞെങ്കിൽ നിങ്ങൾ അവനെ തല്ലിയാ പോരെ? നിങ്ങൾ ഇനിയിപ്പം എൻ്റെ അമ്മയും ദേവും ഒക്കെ എന്ത് ചെയ്യും? ഇത്രയും കാലമൊക്കെ വാടകയൊക്കെ വാങ്ങിക്കാതെയാണ്, അതും അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് ആ വീട്ടുകാർ ഞങ്ങളോട് നിന്നിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാകും. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് ഇവൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിക്കാണെങ്കിൽ നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ ലക്ഷ്മിയും അതുപോലെ ദേവും കൂടി നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, മോളതെ നീ അവനെ പിണക്കല്ലേ, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണമുണ്ട്. പിന്നെ ഇപ്പൊ അവൻ തന്നെ പറഞ്ഞില്ലേ അവൻ ആ ഒരു ഹൗസ് ഓണറെ ഒന്നും അറിയത്തില്ല എന്ന്. അതുകൊണ്ട് അതിന് അമ്മ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിക്കോളാം. നീ സമാധാനമായിട്ട് സച്ചിയോടൊപ്പം പോവെന്ന് പറയാണ്. ഇല്ലമ്മേ, ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ എനിക്കിനി ജീവിക്കാനേ പറ്റില്ല. ഇച്ചിരി മുന്നേ ഇവൻ എന്ത് നല്ലവനായിരുന്നു. സെക്കൻഡുകൾ കൊണ്ടല്ലേ അവന്റെ ആ ഒരു സ്വഭാവം മാറിയത്. അതുകൊണ്ട് എനിക്ക് ഇവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് രേവതി പോകുന്നില്ല എന്നും പറഞ്ഞ് ആ ഒരു തറയിൽ കുത്തിയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ, മോളിത് അമ്മ പറയുന്ന കാര്യം നീ കേട്ടേ പറ്റുള്ളൂ, നീ ശശിക്കൊപ്പം പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ഉന്തിത്തള്ളി പാവം നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞു വിടുക കേട്ടോ. പറഞ്ഞു വിട്ടതും രേവതിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ചടങ്ങ് കഴിച്ചു, അങ്ങനെ എന്നെ ഇങ്ങ് തള്ളി വിടുകയല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞ് അവൾ പോവാട്ടോ. പോകുന്ന ആ ഒരു സമയത്താണെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും അവൾ ജീവിക്കേണ്ടത് അവളുടെ കെട്ടിയവൻ്റെ വീട്ടിലാണ് എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിയുടെ ബൈക്കിന് പിന്നാലെ കയറിയിരുന്നു. അപ്പൊ ഇരുന്നപ്പോ തന്നെ സച്ചി ആണെങ്കിൽ അതും ഇതും ഒക്കെ പറഞ്ഞങ്ങ് വണ്ടി ഓടിക്കുന്ന സമയം എൻ്റെ പൊന്നു രേവതി, ഇതേ അവിടെ ഒരു ഹമ്പുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ അങ്ങ് ഇറങ്ങിയിട്ട് ആ ഹമ്പ് കഴിയുമ്പം എൻ്റെ വണ്ടിയുടെ പുറത്ത് കയറിയാൽ മതി. അല്ലെങ്കിൽ ഹമ്പ് പിടിക്കുമ്പം നീ ചിലപ്പോൾ വല്ല തെച്ചിയൊക്കെ ചെയ്താലേ എനിക്ക് ഇക്കിളി എടുക്കും. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഇച്ചിരി അങ്ങ് നടന്നോളാൻ പറയുകയാണ്. അപ്പൊ ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. ഇനി ഇവൻ വഴിയിലെങ്ങാനും എന്നെ ഇറക്കി വിടാനാണോ എന്ന് വരെ അവള് ചിന്തിച്ചു പോവാട്ടോ. അപ്പൊ പറയുന്നുണ്ട്, നിന്നെ ഞാൻ വഴിയിലൊന്നും ഇറക്കിയൊന്നും വിടില്ല, നീ അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. പിന്നെ
നിന്നെ വീട്ടിൽ തിരികെ ഇതേപോലെ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ പഞ്ഞിക്കിടും. ആ കാര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് മോള് ബാ, വന്ന് വണ്ടിയിൽ കയറുന്നു പറയുകയാണ്. രേവതി ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനമൊന്നും പറഞ്ഞ് വണ്ടിയുടെ പിന്നാലെ കയറിയിരുന്നു. അപ്പം ഇവരാണെങ്കിൽ വീട്ടിലെത്തുന്ന സമയത്ത് ചന്ദ്രമതി കൂടും കുടുക്കയൊക്കെ എടുത്ത് പുനാര മോനെ കാണാൻ വേണ്ടി പോയി കേട്ടോ. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി. എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു വീട് അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അവരോട് കുറച്ചധികം മാസത്തെ ആ ഒരു വാടക അത് മുൻകൂറായിട്ടൊക്കെ വാങ്ങുകയാണ്. അങ്ങനെ ആ ഒരു പൈസയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചന്ദ്രമതി തന്റെ പുനാര മോന്റെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു രേവതി വീട്ടിലെത്തിയതും നമ്മുടെ രവിയാണെങ്കിൽ വലിയ കാര്യത്തിന് മോളെ സ്വീകരിച്ചു. മോളെ എടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് വലിയ സന്തോഷത്തിലൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നും ഇല്ലച്ചാ, അച്ഛൻ്റെ ഈ ഒരു മോനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ അകത്തോട്ട് കയറി പോവാണ്. അപ്പൊ ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി അച്ഛൻ പിടിച്ചു കേട്ടോ. പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഡാ എന്തൊക്കെ പ്രശ്നമാടാ നീ അവിടെ ഉണ്ടാക്കിയത്, സത്യമായി പറഞ്ഞോളാൻ പറയുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ഛ 1-2 ഇടി ഉണ്ടാക്കി, അതിപ്പം കയ്യിൽ നിന്ന് വിട്ടുപോയി, അതുകൊണ്ട് മാത്രമാണ്. അച്ഛൻ അറിയാലോ ആ ഗജാനന്ദനെ, അവനെ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മി അമ്മയോടും ദേവുവിനോടും നമ്മുടെ രേവതിയോടും ഒക്കെ മോശമായിട്ട് പെരുമാറി. അങ്ങനെയുള്ള അവനെ പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? അവന് കണക്കിന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് സച്ചി, നീ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ, നീ ഒരു കല്യാണമൊക്കെ കഴിച്ചു, ആ ഒരു ചിന്ത ഇനി നിനക്ക് വേണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടുത്തെ കൊച്ചമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ സച്ചി തിരക്കുന്നത്. ആ അമ്മതാ മാമയിടത്തേക്ക് സുഖമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഭക്ഷണമൊക്കെ ആയി പോയിരിക്കുകയാണ്. അതിന് അവർക്ക് എന്താ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്? സ്വന്തം മകന് വിളമ്പി തരാത്ത ആളാണ്. അച്ഛാ ആ സ്നേഹമൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലണം. ആ ലക്ഷ്മി അമ്മ ഉണ്ടല്ലോ, അമ്മ എന്നെ സ്വന്തം മോനെ നോക്കുന്നത് പോലെ തന്നെയാണ് നോക്കിയത്. എന്ത് സ്നേഹമായിരുന്നു ആ ഒരു അമ്മയ്ക്ക്. സത്യം പറഞ്ഞാല് നമ്മുടെ രേവതി ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ആയിരുന്നു നല്ലത്. അവൾക്ക് ഈ വീട്ടില് നമ്മുടെ അമ്മയെ കൊണ്ട് സമാധാനക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴും രവി ആണെങ്കിൽ തന്റെ മകൻ 1-2 ദിവസത്തേക്കാണെങ്കിലും സന്തോഷത്തോടു കൂടിയാണല്ലോ നിന്നത്. അപ്പൊ അവന്റെ മനസ്സ് നിറഞ്ഞാണ് അവൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ സച്ചി കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല എടുത്ത് അച്ഛനെ കാണിക്കുക കേട്ടോ. അച്ഛാ ദേ നോക്ക്, ഇത് രേവതിയുടെ അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടത്. അവർക്കുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു ചെറുക്കൻ ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ തരണം. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതൊന്നും അല്ല, നമ്മുടെ സുധീന്ദ്രന് കിട്ടേണ്ടതാണ്. പിന്നെ ഇപ്പം ഞാനാണല്ലോ ഇപ്പൊ അവളുടെ കെട്ടിയോൻ, അതുകൊണ്ട് അവരെനിക്ക് സമ്മാനിച്ചു എന്നേ ഉള്ളൂ. മോനെ അങ്ങനെയൊന്നും അല്ല, അവര് മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. നീ അപ്പം ആ രീതിയിൽ അത് കാണാവുള്ളൂ. ആ ഒരു അമ്മയും വീട്ടുകാരും ഒക്കെ മര്യാദയുള്ള ആൾക്കാരാണ്, നിനക്കത് മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുമ്പം അതെനിക്ക് മനസ്സിലായച്ചാ. അവരൊക്കെ നല്ല കൂട്ടരാണ്. എന്തായാലും ആ വീട്ടിൽ ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു. എൻ്റെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അതെനിക്ക് ആ ഒരു വീട്ടിൽ ചെന്നപ്പോഴും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ സച്ചിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തൊരു ബെല്ലൈക്കൺ വരും, എനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. താങ്ക്